വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ബൈ സാറ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ബ്ലൂ കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ലേ? അങ്ങനെ വിസ ഒക്കെ കിട്ടി നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് കാര്യമാണ് അൺമൽഡങ് അല്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ. അതെങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അൺമൽഡങ് എന്ന് നമുക്ക് നോക്കാം. അൺമൽഡങ് എന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ് ഒഫീഷ്യലി ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അൺമൽഡങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ അതോറിറ്റീസിനെ നമ്മൾ അറിയിക്കുകയാണ്, ഇതാ ഈ അഡ്രസ്സിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് അൺമൽഡങ് എന്ന് പറയുന്നത്. പിന്നെ സിറ്റി രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നത് സിറ്റിസൺസ് ഓഫീസിൽ പോയിട്ടാണ്. അതിന് നമുക്കൊരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് വേണം. അത് എടുത്താലേ നമുക്ക് ഈ ഓഫീസ് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേജർ സിറ്റീസിലൊക്കെ അതുവഴി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഏത് സിറ്റിസൺസ് ഓഫീസിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്ഥലം വെച്ചിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അവിടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമുക്കത് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ? എല്ലാവരും സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണോ, ഇത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് വിത്തിൻ 14 ഡേയ്സിനുള്ളിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സിറ്റി രജിസ്ട്രേഷൻ. പിന്നെ ഇത് എല്ലാവരും ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മനിയിൽ ലോങ് ടേം നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലാതെ വിസിറ്റിനായിട്ടൊന്നും അല്ല വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സിറ്റി രജിസ്ട്രേഷൻ. ഇപ്പൊ ജസ്റ്റ് വിസിറ്റിനോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പേർപ്പസിനൊക്കെ വരുന്നവർക്ക് ചെയ്യണ്ട. പക്ഷെ 3 months കൂടുതൽ നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇനി ഈ അൺമൽഡങ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് സംശയം വരും അല്ലേ? നമ്മൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാണ്. നമുക്കിപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാണെങ്കിലും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കണമെങ്കിലും അങ്ങനെ അത് കഴിഞ്ഞ് വരുന്ന ഓരോ കാര്യങ്ങൾക്കും അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു ജർമ്മൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നവരെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യണമെങ്കിൽ വൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ജർമ്മൻ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് വരെ നമ്മൾ വൈസ് യൂസ് ചെയ്തിട്ടായിരുന്നു ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിരുന്നത്. അപ് ടു 500 euros വരെ ആണെങ്കിൽ കൺവേർഷൻ ചാർജ് ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഈ ടാക്സ് ID നമുക്ക് കിട്ടണമെങ്കിൽ എന്താണെങ്കിലും നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ വേണ്ടതാണ്. അതുപോലെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ റിലീജിയനും കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് അവർ ചോദിക്കും. ഇതിന്റെ ബേസിലാണ് നമ്മളിവിടെ ചർച്ച് ടാക്സ് ഒക്കെ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ടാക്സ് ക്ലാസ് ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇതിന് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു റെസിഡൻഷ്യൽ അഡ്രസ്സ് വേണമല്ലോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുക. നമ്മൾ ഒരു ലോങ് ടേം അക്കോമഡേഷൻ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് വരെ അത് കുറച്ച് ലെങ്തി പ്രോസസ് ആണ് ഇവിടെ. അതിന് എന്തായാലും ഒരു 3 to 4 months എടുക്കും. ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് അങ്ങനെയായിരുന്നു. അപ്പൊ അതുവരെ നമ്മളൊരു ഷോർട്ട് ടേം അക്കോമഡേഷൻ കണ്ടുപിടിച്ച് സ്റ്റേ ചെയ്യുമ്പോൾ അത് നമുക്കിപ്പോൾ വണ്ടർ ഫ്ലാറ്റ്സ് അങ്ങനത്തെ കുറച്ച് സൈറ്റ്സ് വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഷോർട്ട് ടേമിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യാൻ അവര് അലോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളെ പെർമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കിയിട്ട് വേണം നിങ്ങൾ ഷോർട്ട് ടേം റെന്റൽസ് ഒക്കെ എടുക്കുമ്പോൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്രസ്സ് യൂസ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ ഒരു ലോങ് ടേം അക്കോമഡേഷൻ കണ്ടുപിടിച്ച് മാറുന്ന സമയത്ത് നിങ്ങൾ രണ്ടാമത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആ പുതിയ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത അഡ്രസ്സ് വെച്ചിട്ട് അവിടുത്തെ നിയറസ്റ്റ് ഏതാണോ സിറ്റി ഓഫീസ് അവിടെ പോയിട്ട് നിങ്ങൾ രണ്ടാമത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ ഷോർട്ട് ടേം അക്കോമഡേഷൻ ആണ് നോക്കണമെങ്കിൽ വണ്ടർ ഫ്ലാറ്റ്സ് അങ്ങനത്തെ കുറച്ച് സൈറ്റ്സ് ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ലോങ് ടേം നോക്കാനായിട്ട് ക്ലൈനൻസാഗൻ അല്ലെങ്കിൽ ഇമ്മോ സ്കൗട്ട് അങ്ങനത്തെ കുറച്ച് വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക്സ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ക്യാരി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്, നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ മെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ മെയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം.
പിന്നെ ഒരു അൺമൾഡങ്ങിൻ്റെ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒന്നിലധികം പേര്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ കുട്ടികളും എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഒറ്റ അപ്പോയിൻമെൻറ്റ് വഴി എല്ലാവരുടെയും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതുപോലെ നമ്മൾ മാരീഡ് ആയിരിക്കണം, നമ്മുടെ കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റ് മേറ്റ്സോ അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ ലിവിങ് ടുഗെദർ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റ് തന്നെ വേണം. ഫാമിലി അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ഫാമിലി വെച്ചിട്ട് ഒറ്റ ഇതിൽ ചെയ്യാവുന്നതാണ്. പിന്നെ പാസ്പോർട്ട് ആൻഡ് വിസ വേണം നമ്മുടെ എന്തായാലും. പിന്നെ നമ്മൾ ഇപ്പോൾ മാരീഡ് ആണെന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ അതിൻ്റെ ജർമ്മൻ ട്രാൻസ്ലേഷൻ കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെ മാരീഡ് ആയിട്ട് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവർക്ക് വാലിഡ് ആയിട്ട് അവരത് അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ചെയ്യാൻ നേരത്ത് നമ്മൾ നാട്ടിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റിലൊക്കെ ചെയ്ത് ഇവിടെ എത്തിച്ചിട്ട് അതിൻ്റെ കോപ്പി കൂടി കൊണ്ടുപോയിട്ടാണ് സെക്കൻഡ് ടൈം നമ്മൾ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ടൈം വേറെ സ്ഥലത്താണ് ചെയ്തത്. അപ്പോൾ ആൾക്കാർ വേറെ ആയിരുന്നു, അവർ ഇതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോയില്ല. ശരിക്കും ആ ചെയ്ത എക്സ്ട്രാ പ്രോസസ്സ് നമുക്ക് വെറുതെ ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓരോ സ്ഥലത്തെയും അല്ലെങ്കിൽ നമ്മളെ ഡീൽ ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ ബേസ് ചെയ്തിരിക്കും. സോ ബെറ്റർ ടു ഹാവ് എവ്രിതിങ്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ജർമ്മൻ ട്രാൻസ്ലേഷൻ കൂടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിൻ്റെയും ട്രാൻസ്ലേറ്റർ വേർഷൻ ഉള്ളതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ റെൻ്റ് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് മാൻഡേറ്ററി അല്ല. പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം ലാൻഡ് ലോഡ് കൺഫർമേഷൻ ഫോമാണ്. ഇപ്പം നമ്മൾ ഈ അഡ്രസ്സിൽ ചെയ്യാനായിട്ട് നമ്മുടെ ലാൻഡ് ലോഡ് നമ്മളെ സമ്മതിക്കുന്നു എന്ന് കാണിച്ചിട്ടുള്ള ഒരു ഫോമാണ് ഇത്. നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. അതിൽ ലാൻഡ് ലോഡിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്തിട്ട് ആ ഫോം എന്തായാലും നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണ്. ഈ ലാൻഡ് ലോഡ് കൺഫർമേഷൻ ഫോമിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളൊരു എംപ്ലോയ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോളേജിൻ്റെ അഡ്മിഷൻ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും കൂടി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ലെങ്തി പ്രോസസ്സോ അങ്ങനെ ഒന്നുമല്ല. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഒട്ടും ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു കാര്യമാണ്. ഒരു 10-15 മിനിറ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ വെരിഫൈ ചെയ്യും. പിന്നെ അവരൊരു സർവീസ് ഫീ നമ്മുടെ അടുത്ത് പേ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവർ ഈ സർട്ടിഫിക്കറ്റ് അവിടെ തന്നെ തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫീ എന്ന് പറയുന്നത് അതും ഡിപ്പെൻഡ്സ് ഓൺ ഏത് സ്ഥലത്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കിപ്പോൾ വന്നത് 14 യൂറോസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴും. പിന്നെ സെക്കൻഡ് ടൈം നമ്മൾ വേറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും 14 യൂറോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഒരു 14 to 20 യൂറോസ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു റേഞ്ചിലായിരുന്നു ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് വന്നത്. അപ്പോൾ സിറ്റി രജിസ്ട്രേഷനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ജർമ്മനിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതെന്തായാലും അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.